കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുണ്ടായ സംഭവത്തെപ്പറ്റി അന്വേഷിക്കാൻ സംസ്ഥാനത്തെത്തിയ സിവിൽ വ്യോമയാന സുരക്ഷാ കമ്മീഷൻ റീജിയണൽ ഡയറക്ടർ ശരത് ശ്രീനിവാസനാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തെളിവെടുക്കാനായി എത്തിയത്. അബുദാബി കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് പൈലറ്റ് രൂപാലി വാഗ്മറുടെ പരാതി പ്രകാരം 6 യാത്രികരോട് തെളിവെടുപ്പിന് ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു. ഇവരിൽ അബ്ദുൽ ഖാദർ, അഷ്റഫ്, മനോജ്, തോംസൺ എന്നീ 4 യാത്രികർ മാത്രമാണ് കമ്മീഷന് മുമ്പിൽ ഹാജരായത്. ഇവരെ ശരത് ശ്രീനിവാസൻ ചോദ്യം ചെയ്യുകയാണ്. അബുദാബിയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രാമധ്യേ വിമാനത്തിൽ സംഭവിച്ച കാര്യങ്ങളും തുടർന്ന് വിമാനത്താവളത്തിൽ നടന്ന കാര്യങ്ങളും സംബന്ധിച്ചാണ് ചോദ്യം ചെയ്യൽ. ചോദ്യം ചെയ്യലിന് ശേഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ശരത് ശ്രീനിവാസൻ കൂടിക്കാഴ്ച നടത്തും. സംഭവം നടക്കുമ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന CISF ഉദ്യോഗസ്ഥർ, സുരക്ഷാ പരിശോധകർ, എമിഗ്രേഷൻ ഓഫീസർ എന്നിവരിൽ നിന്നും തെളിവെടുക്കും. ചോദ്യം ചെയ്യലിന് ശേഷം ഇതു സംബന്ധിച്ച റിപ്പോർട്ട് എയർപോർട്ട് അതോറിറ്റി ഡയറക്ടർക്കും സിവിൽ ഏവിയേഷൻ ബ്യൂറോയ്ക്കും നൽകും. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് കേരള പോലീസിന് നേരിട്ട് പരാതി ലഭിച്ചിട്ടില്ലെന്നും CISFന് ലഭിച്ച പരാതി കൈമാറുകയായിരുന്നുവെന്നുമാണ് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. കേരള പോലീസ് കേസ് എടുത്തിട്ടില്ല. പക്ഷേ അതേസമയം CISFന് ഒരു പെറ്റീഷൻ അവർ ഹാൻഡ് ഓവർ ചെയ്തു. ആ പെറ്റീഷൻ കേരള പോലീസിന്റെ കയ്യിൽ കിട്ടി. അതിന്റെ മറയ്ക്ക് അതിൻ്റെതായ മാർഗത്തിൽ കൂടെ പോകും. എന്നാൽ ഇതേ വിഷയത്തിൽ ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ KS വിമൽ നാളെ വിമാനത്താവള അധികൃതരിൽ നിന്നും എയർ ഇന്ത്യ ജീവനക്കാരിൽ നിന്നും തെളിവെടുപ്പ് നടത്താനിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കോക്പിറ്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച 6 യാത്രികർക്കും സംഘം ഉടൻ നോട്ടീസ് അയച്ചേക്കും. ഇന്ത്യ വിഷൻ, കൊച്ചി, തിരുവനന്തപുരം.